വിദേശ തൊഴിലാളികൾക്കാണ് ഇപ്പോൾ വലിയ തിരിച്ചടി നേരിടേണ്ടി വരുന്നത്. തൊഴിൽ വിപണിയിൽ വിദേശ ജീവനക്കാരെ കൂടുതലായി നിയമിക്കുന്നതിൽ ശക്തമായ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വന്നിരുന്നു. ഇതിനെ തുടർന്നാണ് ഫെഡറൽ സർക്കാർ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. കുറഞ്ഞ ശമ്പളമുള്ള താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാമിന് കീഴിലുള്ള നിയമനങ്ങളിലാണ് ഏപ്രിൽ 1 മുതൽ വിപുലമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. കാനഡയിലെ തദ്ദേശീയരായ യുവാക്കൾക്ക് മുൻഗണന നൽകുന്നതിനും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുമാണ് പുതിയ നീക്കം. നേരത്തെ കനേഡിയൻ പൗരനല്ലാത്ത ഒരാളെ ജോലിക്ക് എടുക്കുമ്പോൾ 4 ആഴ്ച മാത്രം പരസ്യം നൽകിയാൽ മതിയായിരുന്നു. എന്നാൽ 2026 ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇത് 8 ആഴ്ചയായി വർദ്ധിപ്പിച്ചു. അതായത് തുടർച്ചയായി 2 മാസമെങ്കിലും കാനഡയിലുള്ളവർക്കായി ആ ജോലി ഒഴിവ് പരസ്യം ചെയ്യണമെന്ന് ചുരുക്കം. കനേഡിയൻ പൗരന്മാർക്ക് ജോലി ആവശ്യമില്ലെങ്കിൽ മാത്രമേ മറ്റു രാജ്യത്തുള്ളവരെ ജോലിക്കായി ക്ഷണിക്കാൻ സാധിക്കുകയുള്ളൂ. കാനഡയിലെ യുവാക്കൾക്ക് ജോലി ഉറപ്പാക്കാൻ കമ്പനികൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുവെന്ന് തെളിയിക്കണം. അതിനായി എല്ലാ കമ്പനികളും പ്രത്യേക രീതിയിൽ ക്യാമ്പയിൻ നടത്തണമെന്നും പുതിയ നിർദ്ദേശത്തിലുണ്ട്. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.